ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നെയ്ച്ചോറ് ബാക്കിയായാൽ അല്ലെങ്കിൽ നമ്മൾ സാദാ ചോറ് ബാക്കിയായാലൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് നെയ്ച്ചോറ് എടുത്തിട്ടുണ്ട്. ബാക്കിയ ചോറ് തന്നെ വേണമെന്നില്ല, നമുക്ക് ബസ്മതി അരി വേവിച്ചിട്ട് പൊന്നി അരി നന്നായിട്ട് വേവിച്ചിട്ടൊക്കെ ഈ സെയിം പുഡിങ് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നല്ല വെന്ത ചോറായിരിക്കണം, അത് നിർബന്ധമാണ്. ഇനിയിപ്പോൾ അഥവാ വേവ് കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് കുക്കറിൽ ഒരു 2 വിസിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് വേവും. അപ്പോൾ അങ്ങനെ ഒന്ന് വേവിച്ചെടുക്കണം. വേവ് കുറവാണെങ്കിൽ ഇത് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. നമ്മൾ ചോറ് എടുക്കുന്ന സമയത്ത് ഇതിലുള്ള പട്ട, ഗ്രാമ്പു, ഏലക്ക ഈ വക സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം വേണം എടുക്കാനായിട്ട്. അപ്പം നമുക്ക് ചോറ് ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അത് പള്ളിയിലെ ചോറ് എല്ലാവർക്കും ഇട്ടിട്ടുണ്ടാവില്ല, അപ്പോൾ അത് കുറേ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു റെസിപ്പി ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 ലിറ്റർ ഒരു പാക്കറ്റ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 കപ്പ് ചോറിന് ഈ പാല് കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര വേണം. പഞ്ചസാര നമ്മൾ നോക്കിയിട്ട് ചേർക്കണം. ഞാനിവിടെ ഏകദേശം ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ ആ ഒരു വേവും ഇതിനൊക്കെ അനുസരിച്ചിരിക്കും പഞ്ചസാരേൻ്റെ അളവെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നമ്മളൊന്ന് വേവിച്ച് വറ്റിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ചോറ് അഥവാ വെന്തിട്ടില്ലെങ്കിൽ നമ്മളിത് വറ്റിക്കുന്ന സമയത്ത് ചോറിങ്ങനെ വേറെ വേറെ കുരു മാതിരി ഇരിക്കും, അപ്പോൾ കഴിക്കുമ്പോൾ രസം ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് നമ്മൾ വേവിച്ചെടുക്കണം. അപ്പോൾ ഇനി നന്നായിട്ട് നമ്മൾ ഈ പാലിൽ ഈ ചോറൊന്ന് വറ്റിച്ചെടുക്കാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ വരും ചോറിനകത്ത്. അപ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ ചോറ് വെച്ചിട്ടും ചെയ്യാം, വെന്ത ചോറായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാനിത് കുറച്ചും കൂടി ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഓൾറെഡി വെന്ത ചോറാണെങ്കിൽ നമുക്ക് കുറച്ച് ഉടച്ചു കൊടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ചോറിങ്ങനെ വേറെ വേറെ നിൽക്കുന്നതിൽ നല്ലത് ഇതുപോലെ ഉടച്ചെടുക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മാഷറൊന്നും ഇല്ല, ഇതുപോലെ ഒരു തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ സാധാരണ ഇങ്ങനെ നെയ്ച്ചോറൊക്കെ ബാക്കി കഴിഞ്ഞാൽ 2 ദിവസം 3 ദിവസം ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കില്ലല്ലോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനൊരു ഫ്ലേവറിന് വേണ്ടി 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. പകരം ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്താലും മതി. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് വറ്റുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ വേവുന്ന സമയത്ത് സൈഡിലൊക്കെ ഇങ്ങനെ പാട കെട്ടി കിടപ്പുണ്ടാവും, അതൊക്കെ നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം. വേറെ ഒന്നും ചെയ്യാനില്ല, ഇതിങ്ങനെ അങ്ങ് വറ്റിച്ചെടുക്കുകയാണ്. ഇതിങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ചോറും അതേപോലെ തന്നെ പാലിങ്ങനെ ഒരുമിച്ച് വീഴണം, അല്ലാതെ രണ്ടും വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കരുത്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ചൂടോടെ കഴിക്കണമെങ്കിൽ ഒരു പായസം മാതിരി കഴിക്കാം. പക്ഷെ നമ്മളിത് സെറ്റ് ചെയ്ത് തണുപ്പിച്ച് കഴിക്കുമ്പോഴായിരിക്കും കുട്ടീസിനൊക്കെ കുറച്ചും കൂടി ഇഷ്ടമാവുക. അപ്പോൾ ഞാനിതൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് തിക്കായതുകൊണ്ട് തന്നെ സെറ്റ് ചെയ്ത് വരുമ്പോൾ നന്നായിട്ട് നമുക്കിങ്ങനെ തിക്കായിട്ട് നല്ല ക്രീമി ആയിട്ട് കിട്ടും. അപ്പോൾ ചൂടോടെ കഴിക്കാൻ ഇഷ്ടമുള്ളവർ അങ്ങനെ കഴിച്ചാൽ മതി. ചൂടോടെ ആകുമ്പോൾ കുറച്ചും കൂടി ലൂസായിട്ട് കഴിക്കായിരിക്കും നല്ല രസം ഉണ്ടാവുക, പായസം മാതിരി. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒരു ഗ്ലാസ്സിലാണ് സെറ്റ് ചെയ്യുന്നത്. കാരണം ഇത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന പുഡിങ്ങൊന്നും അല്ല, കോരി കുടിക്കുന്ന പുഡിങ്ങാണ്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ 1 മണിക്കൂർ 1-2 മണിക്കൂർ നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഇട്ടിട്ട് സെർവ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, വളരെ സിമ്പിളാണ്. ചിലപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കാറുള്ള റെസിപ്പി ആയിരിക്കും. അപ്പോൾ ട്രൈ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാ വീണ്ടും കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക്